ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ പെയ്ത് എല്ലാവർക്കും തണുപ്പൊക്കെ തുടങ്ങിയോ? ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ പോയത്, പക്ഷേ മൊത്തത്തിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ചിലതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു, ചിലത് ഞാൻ ഇവിടെ വന്ന് ബാംഗ്ലൂർ വന്ന് ഒന്ന് സെറ്റിലായിട്ട് സമാധാനപരമായിട്ടിരുന്ന് വോയിസൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയല്ലേ, നമുക്ക് ഭയങ്കര തിരക്കല്ലേ. എല്ലാവരുമായിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനും നല്ല നല്ല ഫുഡുകളൊക്കെ കഴിക്കാനും അതിന് ഉള്ള തിരക്കുകളാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ പണ്ടപ്പള്ളി വീട്ടിൽ പോയിട്ടുള്ള വീഡിയോസാണ്. രണ്ട് ദിവസമാണ് ഞങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടിയ വീഡിയോസാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആക്കി ഞാൻ ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ സമ്മർ വെക്കേഷൻ ആകുമ്പോഴത്തേക്കും അറിയാമല്ലോ നിങ്ങൾക്ക്, ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടാവും പറമ്പിൽ. ഇവരുടെ വീട്ടിൽ, പണ്ടപ്പള്ളി വീട്ടിൽ ഒത്തിരി പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്ന് ചെല്ലുമ്പോഴും ചക്കപ്പഴം കഴിക്കാൻ പറ്റും നമുക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും. അപ്പോൾ അമ്മച്ചി ഓടിച്ചെന്ന ഒരു ചക്ക അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് വേഗം മുറിച്ച് ഞങ്ങൾക്ക് നടത്തി തന്നു കേട്ടോ. പുറത്ത് മഴയുണ്ട്, 2 ദിവസമായിട്ട് മഴയുണ്ട്. രണ്ടല്ല, ഒരാഴ്ചയായിട്ട് മഴയുണ്ട്. ഇടപ്പള്ളിലും ഉണ്ടായിരുന്നു. ഇത്തവണ എന്തോ മഴ നേരത്തെയാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ചൂടിനൊരാശ്വാസമായി. ഇനി എൻ്റെ വീട്ടിലെ ഫ്രൂട്ട്സൊക്കെ ആട്ടോ, റംബൂട്ടാനൊക്കെ കൊല പോലെ ഇങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട് കേട്ടോ. പുതിയ വീട് വെച്ചപ്പോൾ ഈ പുതിയ മരങ്ങളൊക്കെ നട്ടതാട്ടോ. തണലും ആവുമല്ലോ, അത്യാവശ്യം തണൽ കിട്ടും ഇതൊക്കെ വളർന്നു വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ചക്കപ്പഴം ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ മഴ പെയ്തുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. എന്നാലും കുഴപ്പമില്ല, സീസണിലുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കണം, മക്കളെ കൊണ്ടും കഴിപ്പിക്കണം. അത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്നാണ് പറയണത്. ഡ്രാഗൺ ഫ്രൂട്ട് നിൽപ്പുണ്ട്, പിന്നെ എന്താണ് മാങ്കോസ്റ്റീനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ പഴുക്കാറായില്ല, ഒന്നും മൂത്ത് വന്നിട്ടില്ല. അപ്പോഴത്തേക്കും ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു. അതിനി അടുത്ത തവണ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയ ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അമ്മച്ചിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ കഴിപ്പിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഡപ്പിയിൽ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തരും, കഴിക്കുകയെന്നും പറഞ്ഞിട്ട്, വിശന്നിരിക്കരുതോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നും ഉണ്ടാക്കും കേട്ടോ പിടി. ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് പിടി ടേസ്റ്റ് ചെയ്തത്. പിടിയും കോഴിയും, അത് നമ്മൾ പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയണ പോലെ ഒരു കോമ്പിനേഷനാണ് പിടിയും നാടൻ കോഴിക്കറിയും. അത് വറുത്തരച്ച കോഴിക്കറിയാണെങ്കിൽ നല്ല ബെസ്റ്റാണ് കോമ്പിനേഷനാട്ടോ. പക്ഷേ ഇപ്പോൾ അങ്ങനെ നാടൻ കോഴിയൊക്കെ കിട്ടാൻ പാടല്ലേ. അപ്പോൾ അമ്മച്ചി പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ചുണ്ടാക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് വേഗം അരിപ്പൊടിയൊക്കെ എടുത്ത് വെള്ളം തിളപ്പിച്ച്, സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ എന്ന പോലെ കുഴക്കണം കേട്ടോ. ഇച്ചിരി തരിയുള്ള അരിപ്പൊടിയാണ് ഇതിന് ബെസ്റ്റ്. അപ്പം അമ്മച്ചി അതിങ്ങനെ വിസ്മയനെ കാണിച്ചു കൊടുക്കാട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ. അവളിരുന്ന് കാണുമായിരുന്നു. അനിയനും പിള്ളേരും ഒക്കെ ഒരു കല്യാണത്തിന് പോയേക്കണ കാരണം അവൾക്ക് ആരുമില്ല വർത്താനം പറയാൻ. അപ്പോൾ അവൾ അടുക്കളയിൽ വന്നിരുന്ന കേട്ടോ നമ്മുടെ കൂടെ. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ ബോള് ഉരുട്ടണമെങ്കിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പം ഉണ്ടാക്കി തീരും. ഒരാൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു ലാഗ് ചെയ്ത് പോവും. ഇതിപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ട്രൈ ചെയ്യുക ചെയ്തത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പഴയ അമ്മച്ചിയുടെ വീട്ടിലൊക്കെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. അതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പുറത്തിങ്ങനെ മഴ ചാർന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചി പറയാന്ന് വെച്ചാൽ അമ്മച്ചിയുടെ വീട്ടിൽ അവർ ഒത്തിരി മക്കളുണ്ട് കേട്ടോ. എന്തോ 5 ആണും 3 പെണ്ണും അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ അവരും പിന്നെ കസിൻസും ഒക്കെ കൂടി വെക്കേഷൻ ആകുമ്പോൾ എല്ലാവരും കൂടി കൂടിയിരുന്ന് ഈ പിടിയുടെ ഉരുട്ടുമെന്നാണ് പറയണത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി ഉരുട്ടിയെടുക്കുകയും ചെയ്യണത്. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാകുമ്പോൾ ഒത്തിരി ഉണ്ടാക്കുകയും വേണമല്ലോ. അപ്പോൾ ഇതൊരു നേരം പോക്കുമാണ്, എല്ലാവരുമായിട്ടൊരു അടിച്ചുപൊളി ടൈമും അല്ലേ. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും അല്ലല്ലോ. ഒരു വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കൾ, അല്ലെങ്കിൽ ഒരു കുട്ടി, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, അത്ര പേരേ ഉണ്ടാവുള്ളൂ. അത് മിക്കവാറും ഇന്നത്തെ സമയത്തൊക്കെ ഇങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കണതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ അതൊക്കെ തന്നെയാണ്. ഓരോ കോർണറിലും ഓരോരുത്തർ മൊബൈലും പിടിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് വേറെ ആക്ടിവിറ്റി ഒന്നുമില്ല, പുറത്തിറങ്ങി കളിയോ അങ്ങനെയൊന്നുമില്ല.
അപ്പോൾ അതേ വിസ്മയ അതേ അരിപ്പൊടിയിൽ കളിക്കുക കേട്ടോ ഇരുന്നുകൊണ്ട്. മുറത്തിൽ പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ അരിപ്പൊടി വിതറണം കേട്ടോ. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമ്മൾ അതിലിങ്ങനെ ഇടണം. കൂട്ടി ഒട്ടരുത്, ഒട്ടിപ്പോയാൽ അതിൻ്റെ ഒരു ഭംഗി പോവും. അപ്പോൾ അത് കുറുകി പോവും. അപ്പോൾ പിന്നെ പിടിയുടെ രൂപം തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ പൊടിയിലോട്ട് ഇടാനാണ് പറഞ്ഞത്. അപ്പോൾ എങ്ങനെ എത്രയുള്ള സൈസ് ആക്കണമെന്നൊക്കെ അവളിങ്ങനെ അമ്മച്ചിയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അമ്മച്ചി കാണിച്ചു കൊടുക്കുക എന്തോരം സൈസ് വേണമെന്നൊക്കെ. അമ്മച്ചി ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യും കേട്ടോ. കാലങ്ങളായിട്ടുള്ള ശീലമല്ലേ. മുമ്പൊക്കെ ഇങ്ങനെ അമ്മൂമ്മയുടെ ചാച്ചൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയുടെ അനിയത്തി, ചേച്ചി, അവരുടെ മക്കൾ ഒക്കെ ഇങ്ങനെ വിരുന്ന് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ ഞാനും കല്യാണം കഴിഞ്ഞ് വന്നിടക്ക നമ്മളും എല്ലാവരും കൂടി ഇരുന്ന് ഇതുപോലെ ബോൾസ് ഉരുട്ടി എടുക്കുമായിരുന്നു കേട്ടോ. അന്നൊക്കെ എനിക്കറിയാം, അത്ര പ്രാക്ടീസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്ത് എനിക്കിപ്പോൾ പ്രാക്ടീസായിട്ടാണ്. എളുപ്പമല്ലേ കുഞ്ഞു കുഞ്ഞു ബോൾ ഉണ്ടാക്കാൻ. കൊച്ചു പിള്ളേർ വരെ ഉണ്ടാക്കും വേണമെങ്കിൽ. അപ്പോൾ അതൊരു പുതിയ വിഭവമായിരുന്നു എനിക്കന്ന്. ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും കഴിക്കുമല്ലോ. ഭയങ്കര ഫേവറേറ്റാണ് നമ്മുടെ ഇതും കോഴിയിറച്ചി അല്ലെങ്കിൽ പോർക്ക് അവിടുത്തെ ഒരു സ്പെഷ്യലാണ് അവരുടെ നാട്ടിൽ. അതും ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ചെന്ന് ആണ് ആദ്യം കഴിച്ചത്. ചക്കപ്പുഴുക്ക്, കപ്പപ്പുഴുക്ക്, ഇതൊക്കെ ജിജോൻ്റെ നാട്ടിൽ ചെന്നേ പിന്നെ കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്തത്. നമ്മുടെ അങ്ങോട്ട് എടപ്പള്ളിയിലോട്ട് അതൊന്നുമില്ല. ദോശ, ഇഡ്ഡലി അതൊക്കെ ഉള്ളു. ഇടിയപ്പം, അപ്പമുണ്ട്. കള്ളപ്പം അല്ല, ഈസ്റ്റ് ഇട്ടിട്ടുള്ള അപ്പം. ഇവരുടെ വീട്ടിൽ കള്ളപ്പമായിരുന്നു. കാരണം പനയുണ്ടായിരുന്നു മുമ്പ്. പഴയ വീട്ടിൽ പനയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ വന്നിങ്ങനെ കള്ള് ചെത്തുമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വീതം കിട്ടുമായിരുന്നു. അപ്പോൾ നല്ല കള്ളുള്ള അപ്പം, കള്ളൊഴിച്ചുള്ള അപ്പമൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ ആ പന വെട്ടിക്കളഞ്ഞു, പഴയതായി തോന്നുന്നു അത്. അപ്പോൾ അത് കാരണം കള്ള് കിട്ടാനില്ല. ഈസ്റ്റ് ഇട്ടൊക്കെ ഉണ്ടാക്കാറ്. കൂടുതലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ആട്ടോ അമ്മച്ചി ഉണ്ടാക്കണേ. ഇതിപ്പോൾ ജീരകം ചേർക്കണം കേട്ടോ. ജീരകവും വെളുത്തുള്ളിയും വെള്ളത്തിൽ അരച്ച് ചേർക്കണം. അത് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിൻ്റെ രുചി. അല്ലാണ്ട് ചുമ്മാ അരിപ്പൊടി കുറുക്കി നമ്മൾ കുഴച്ചുണ്ടാക്കിയാൽ അത് ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ ജീരകവും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്ത് വെള്ളത്തിൽ തേങ്ങാപ്പീര ഉപ്പിട്ട് തിളപ്പിക്കണം. അത് തിളച്ച് കഴിയുമ്പോൾ ഈ ബോൾസ് ഉരുട്ടിയ ബോൾസില്ലേ അത് പിറക്കിയിടണം കേട്ടോ. എല്ലാം സോഫ്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊടിഞ്ഞു പോവും. പൊടിഞ്ഞു പോയാൽ വെറുതെ അരിമാവ് ഉറുക്കിയ പോലെ ആയി പോവും, പിടിയാവില്ല. കണ്ട എന്തും ഭംഗിയാലേ. എല്ലാം ഒരേ സൈസിൽ ആക്കിയെടുത്തു. പുറത്ത് കണ്ട നല്ല ഗ്രീനറി അല്ലേ, നല്ല വ്യൂ ആണ് അവിടെ നിന്നാലും, കിച്ചണിൽ നിന്നാലും. അനിയൻ്റെ വീട് ഇത്തിരി പൊക്കമുള്ള സ്ഥലമായതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ കിട്ടും ചുറ്റും. അതായത് മഴയായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ പറമ്പിലോട്ടൊക്കെ ഇറങ്ങി വീഡിയോ എടുക്കാമായിരുന്നു. സാരില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് പ്ലാൻ ചെയ്യാം. നെക്സ്റ്റ് ഇനി ഒക്ടോബറാണോ ഡിസംബറാണോ വെക്കേഷൻ കിട്ടണേന്ന് അറിയില്ല പിള്ളേർക്ക്. അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ ആ വെള്ളം അങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബോൾസ് പയ്യെ എടുത്തിടണം കേട്ടോ. എന്നിട്ട് അതിങ്ങനെ അനക്കരുത്, അപ്പം ഇളക്കരുത് കേട്ടോ. അതൊന്നും ബോയിലായി കഴിയുമ്പോഴത്തേക്കും പയ്യെ ഇളക്കി കൊടുക്കണം. അമ്മച്ചിക്ക് അതൊക്കെ സ്പെഷ്യൽ എക്സ്പെർട്ടാണ്. നമ്മളൊക്കെ ഇളക്കിയാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോവും. അമ്മച്ചി തന്നെ ഉണ്ടാക്കിയത് കേട്ടോ, ഉരുട്ടി ബോളാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അത് ഒന്ന് തിളച്ചാൽ മതിയായിരിക്കും. കാരണം തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മൾ ഈ മാവ് കുഴച്ചത്. അപ്പം തന്നെ ഒത്തിരി വെന്തിട്ടുണ്ടാവും. അപ്പോൾ അമ്മച്ചി പറയണ്ടായിരുന്നു, ചിലരിങ്ങനെ ബോള് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഇതുപോലെ ബോയിൽ ചെയ്തെടുക്കുന്നത്. അതും ഒരു വെറൈറ്റി ഡിഷ് ഇതായിരിക്കും കേട്ടോ, റെസിപ്പിയാണ്. ഇനി വേറെ ഏതെങ്കിലും രീതി ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേരട്ടോ. നമുക്ക് പുതിയ പുതിയ ഐറ്റംസും ട്രൈ ചെയ്യാമല്ലോ. ഉണ്ടാക്കണ രീതി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇതിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിങ്ങനെ കുറുകും. അപ്പോൾ എനിക്ക് തോന്നണ ആ വെള്ളത്തിൽ കുറച്ച് അരിപ്പൊടിയും കൂടി ഇടാമെന്ന് തോന്നുന്നു. ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല അത് ഞാൻ അമ്മച്ചി ഉണ്ടാക്കിയപ്പോൾ. അത് കുറച്ചും കൂടി കുഴയും തോന്നുന്നു. ഇതിന് പാറി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ സെറ്റാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് വരും. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, കോഴിയിറച്ചിയുടെ ഗ്രേവി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരോ ടേസ്റ്റ് ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യുക കേട്ടോ. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് പിടിയും കോഴിയും.
അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കള്ളി ഷാപ്പുകളിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കോട്ടയം ഭാഗത്തും മൂവാറ്റുപുഴ ഭാഗത്തും ഒക്കെയുള്ള ഷാപ്പുകളിലൊക്കെ കിട്ടും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഷാപ്പുകളിലൊക്കെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കി ഉടനെ കഴിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ പിന്നീടാട്ടോ കഴിച്ചത്. അപ്പോൾ ജിജോൻ്റെ വേറൊരു അനിയനും കൂടി ഉണ്ട്, 2 അനിയന്മാരാണ്. അപ്പോൾ അവർ അനിയനും അനിയത്തിയും മോളും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു. വല്ലപ്പോഴും അല്ല എല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് കഴിക്കണത്. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. ചക്ക വിളയിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ചോദിച്ചു ചക്കട ഉണ്ടാക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് ഈവനിങ് ഒരു സ്നാക്സ് ആയിട്ട് എടുക്കാമല്ലോ, വേറെ ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറമ്പിൽ ഇതിൻ്റെ എല്ലാം നിൽപ്പുണ്ട് കേട്ടോ. ഇതെന്നോ വഴനയിലയോ ഇടനയിലയോ അങ്ങനെ എന്തോ പേര് പറഞ്ഞത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ഇതിന്. അതിലൊരു പ്രാണി ഇരുന്നേച്ചു കേട്ടോ, പച്ച കളറ്. പ്രാണികൾക്കൊക്കെ അതിൻ്റെ ആ ഇലയുടെ അനുസരിച്ച് കളറ് കിട്ടണത് എന്തുകൊണ്ടാണെന്നറിയോ? മീൻസ് അവർക്ക് അതിന് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആ കളർ കൊടുക്കണേന്നാണ് പറയണത്. അപ്പോൾ ആ ഇലയുടെ കളർ തന്നെ ആകുമ്പോഴത്തേക്കും ശത്രുക്കൾ കാണില്ലല്ലോ ഇതിനെ. ഇപ്പോൾ ഓന്തൊക്കെ നിറം മാറണതൊക്കെ അറിയില്ലേ? അപ്പോൾ ഓന്തിരിക്കുന്ന സ്ഥലത്തെ സർഫേസിലെ നിറമായിരിക്കും ഓന്തിന് കിട്ടണത്. അപ്പോൾ ഓന്തിരിക്കണത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓന്ത് അവിടെ നിന്ന് രക്ഷപ്പെടും എന്നാ പറഞ്ഞ പോലെ ഒരു പ്രാണി അവിടെ വന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതിനകത്ത് തൂത്ത് കളഞ്ഞു കേട്ടോ. അമ്മച്ചി ഇങ്ങനെ ഇല പറിക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ ചേച്ചി വിറക് പിടിക്കണുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു എൻ്റെയും വീഡിയോ എടുക്കുക കേട്ടാന്ന് പറഞ്ഞ്. വിസ്മയ അത്ര അങ്ങനെ സൂം ചെയ്തെടുത്തില്ല. പറഞ്ഞാലും എല്ലാവരെയും പ്രൈവസി നമ്മൾ നോക്കണമല്ലോ വീഡിയോ ഇടുന്നൊന്നും പറഞ്ഞ്, അതുകൊണ്ട് കുറച്ച് എടുത്തോളൂ. മുറ്റത്തെ ചെടികളൊക്കെ ഇങ്ങനെ സമ്മറിലെ വെയിലത്ത് കുറേയൊക്കെ പോയിട്ടോ, കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഈ മഴ വന്നപ്പോൾ കുറച്ച് ഉഷാറായിട്ടുണ്ട്. നല്ല പൂച്ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇല ഇടത്തിക്കൊണ്ട് വന്നിട്ട് അതിൽ ഊട്ടയൊക്കെയുള്ള ഇലയൊക്കെ ഉണ്ട്, കേടൊക്കെ വന്നത്. അതൊക്കെ മാറ്റി നല്ല ഫ്രഷ് ഇല നോക്കിയൊക്കെ എടുത്തു കേട്ടോ. ഞാനിങ്ങനെ മണത്ത് നോക്കാം, വിസ്മയോട് മണത്ത് നോക്കാൻ പറയാം കേട്ടോ. നല്ല സ്മെല്ലാണ്. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഈ ഇല ആണ് ബിരിയാണിക്കൊക്കെ ഇടണേ ബേ ലീഫ്. പക്ഷെ അതല്ല എന്ന് അമ്മച്ചി പറയുന്നുണ്ടായിരുന്നു. അത് കറുക ഇല എന്നാണ് പറയണേന്നാ. ആ മരമൊന്നും ഇപ്പം ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ നല്ല ഇല നോക്കിയെടുത്തു. പക്ഷേ ചെറിയ ഇലയായിരുന്നു കേട്ടോ ഇത്തവണ കിട്ടിയത്. കുറച്ചും കൂടി വലിയ ആണെങ്കിൽ കുറേ ബെറ്ററായിട്ട് ഉണ്ടാക്കാമെന്ന് അമ്മച്ചി പറയണ്ടായി. കുമ്പിൾ കൂട്ടിയിട്ടാട്ടോ അമ്മച്ചി ഉണ്ടാക്കണത്. ഇത് ചക്കയും ശർക്കരയും കൂടി ഇങ്ങനെ വിളയിച്ച് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ. എന്നിട്ട് അരിപ്പൊടിയിൽ തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചക്കയുടെ മിക്സും കൂടി ഇട്ട് കുഴക്കണം. നന്നായി കുഴച്ചെടുത്തിട്ട് അത് ഈ ഇല കുമ്പിൾ കുത്തണ അറിയുമോ എല്ലാവർക്കും? ഇപ്പോഴത്തെ കുട്ടികളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പണ്ടൊക്കെ ഇങ്ങനെ പലചരക്ക് കടയിലൊക്കെ ന്യൂസ് പേപ്പർ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് അതിനകത്താണ് ഈ പലചരക്ക് സാധനങ്ങൾ, പരിപ്പ്, കടല, പയർ, അരിയൊക്കെ തന്നിരുന്നത്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓർക്കുന്നുണ്ട്, പലചരക്ക് കടയിൽ നിന്നൊക്കെ അങ്ങനെയായിരുന്നു തന്നിരുന്നത്. ഇപ്പോഴല്ലേ മറ്റേ പ്ലാസ്റ്റിക് ബാഗും പേപ്പർ ബാഗൊക്കെ വന്നത്. അപ്പോൾ അതുപോലെ കുമ്പിളാക്കുക ഇല. അത് വലിയ ഇലയാണെങ്കിൽ കുമ്പിളാക്കാൻ ഇത്രയും കൂടി സൗകര്യം ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ കുറച്ച് ചെറുതായിപ്പോയി, അതുകൊണ്ട് കാര്യമായിട്ട് കുമ്പിളുണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അതങ്ങനെ മടക്കി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആട്ടോ. പക്ഷേ ഇതൊരു ഭംഗിയാണ് കുമ്പിൾ. ഈ ഇലയ്ക്കാണെങ്കിലും ഒരു പ്രത്യേക സ്മെല്ലാട്ടോ. അപ്പം നമുക്ക് ഇത് ആവി കയറ്റുമ്പോൾ തന്നെ ആ മണം ഇങ്ങനെ വരും, നല്ല രുചി വരും. നമ്മുടെ വായിൽ വെള്ളം വരും അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ. അത് അടയിലോട്ടും അതിൻ്റെ ആ ഫ്ലേവർ ചെല്ലും കേട്ടോ. അപ്പോൾ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പൊതിച്ചോറ് കഴിക്കാൻ നേരത്തെ അതിങ്ങനെ തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരില്ലേ, വാഴയിലയുടെ വാടിയ സ്മെല്ല് എന്ന പോലെ ആട്ടോ ഇതും. ഇത് അരിപ്പൊടിയിലും ഉണ്ടാക്കാം, ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം കേട്ടോ. അധികം ഇലയും ചക്ക വിളയിച്ചതും അധികം ഉണ്ടായതുകൊണ്ട് അമ്മച്ചി രണ്ടും ട്രൈ ചെയ്തു കേട്ടോ ഇത്തവണ. അപ്പോൾ ഇലയൊക്കെ ഇങ്ങനെ ഓരോന്ന് എടുത്ത് കഴുകി, എന്തെങ്കിലും പൊടിയോ പ്രാണിയൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ കഴുകിയിട്ട് പയ്യെ ഒരു തുണി വെച്ച് തുടച്ച് എടുക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്തു. അതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി അതൊക്കെ എടുത്ത് ഭയങ്കര സ്പീഡിലാട്ടോ ആൾ ചെയ്യണേ. വേഗം ഉണ്ടാക്കും, എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലൊക്കെ. പണി ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആൾക്ക്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരും. ഇപ്പം നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ ആണെങ്കിൽ
പാട്ടയിൽ എന്തെങ്കിലുമൊക്കെ ചിപ്സോ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ടുവന്ന് തരും, കഴിക്കുകയെന്നും പറഞ്ഞ്. നമുക്കങ്ങനെ കഴിക്കാൻ ആദ്യം പറ്റില്ലല്ലോ, ഫുൾ ടൈം കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും വേണ്ടാന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല, കഴിക്കുമെന്ന് പറയും. ഇതിപ്പോൾ ഭയങ്കര താല്പര്യത്തോടെ ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങൾ ഇത് ഇന്ന് വൈകുന്നേരം ഒരു മൂവി കാണാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഈ ചക്കട ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ പോവാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പം മറ്റേ അനിയത്തിയും മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഞങ്ങൾ ലേഡീസും ഗേൾസും കൂടി കേട്ടോ പോയത് സിനിമയ്ക്ക്. ദിലീപിൻ്റെ മൂവി പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല മൂവിയാട്ടോ. കാണാത്തവർ കണ്ടു നോക്കിട്ടോ, കുട്ടികൾക്കും ഇഷ്ടമാവും. ദിലീപിൻ്റെ മൂവി ആകുമ്പോൾ കുറച്ച് തമാശയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മൂവി കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അമ്മച്ചി 2 അനിയത്തിമാരും മക്കളും എരിവല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. വൈഷ്ണവ് ബാംഗ്ലൂരായിരുന്നു. വൈഷ്ണവ് ഉണ്ടായിരിക്കില്ല. പിന്നെ നടുക്കത്തെ അനിയൻ്റെ ഇളയ മോളും ഉണ്ടായില്ല, അവൾ അമ്മ വീട്ടിലാണ്, വെക്കേഷനായപ്പോൾ പോയതാണ്. അപ്പോൾ അവളും ഉണ്ടായിരുന്നില്ല. അമ്മച്ചി കുമ്പള ഉണ്ടാക്കാൻ നോക്കാട്ടെ. ഈ ചെറിയ ഇലയായതുകൊണ്ട് കുമ്പള ഉണ്ടാക്കാൻ വളരെ പാടാട്ടോ. അപ്പം അമ്മച്ചി 1-2 ഉണ്ടാക്കി നോക്കി, ബാക്കിയൊക്കെ ഇങ്ങനെ ഇല മടക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ ചെയ്തത്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ. എനിക്ക് തോന്നണ ഒരുമാതിരി മലയാളികളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. നാടൻ പലഹാരമല്ലേ. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യട്ടോ. നല്ല എളുപ്പമാണ്. അത് ഈ സീസണിലൊക്കെ അല്ലേ ഇതൊക്കെ കിട്ടുള്ളൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർ ഈ ജങ്ക് ഫുഡൊക്കെ കഴിക്കണേലൊക്കെ എത്രയോ ഭേദം ഇതൊക്കെ കഴിക്കണത്. വയറിനും നല്ലതാണ്. ശർക്കരയും ഒക്കെ വയറിന് നല്ലതല്ലേ, അയണൊക്കെ ഉള്ളതല്ലേ. പിന്നെ ഈ ഇലയുടെ ഫ്ലേവറ്, അരിമാവ്, ഗോതമ്പ് മാവ്, ചക്കയൊക്കെ നല്ല സാധനമാണ്. ചക്കയുടെ വിഭവങ്ങളൊക്കെ കഴിച്ചാൽ ആയുസ് കൂടും എന്നൊക്കെയാണ് പറയണത്. അതുപോലെ പച്ചച്ചക്ക കഴിച്ചാൽ ഷുഗറുകാർക്ക് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഷുഗർ കുറയുമെന്നോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, കേട്ടറിവേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ കുമ്പിള് അമ്മച്ചി നിർത്തി തോന്നുന്നു ഏകദേശം, കാരണം എല്ലാം ചെറുതാണ്. ഇപ്പം മടക്കിയൊക്കെ ഉണ്ടാക്കാതെ വലുതിൽ കുമ്പിളാക്കി ബാക്കിയൊക്കെ മടക്കി എടുക്കുക കേട്ടോ ചെയ്തത്. ഓരോന്ന് ഇങ്ങനെ വളരെ ശ്രദ്ധിച്ചു വേണം, അല്ലെങ്കിൽ അതിങ്ങനെ വിടന്നു പോയാൽ പോയി. വിടരാതെ അത് ലോക്ക് ചെയ്യണം, ഞെട്ട് വെച്ച് ലോക്ക് ചെയ്യുക കേട്ടോ ചെയ്യണേ. അല്ലെങ്കിൽ പിന്നെ കുഞ്ഞ് ഈർക്കിലിക്കമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ച് ലോക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെയും ആക്കാം. നാടൻ പലഹാരങ്ങൾ അതൊരു പ്രത്യേക ഒരു നൊസ്റ്റാൾജിയാണ്. നമ്മൾ ഈ ബാംഗ്ലൂരോ അല്ലെങ്കിൽ അന്യ നാട്ടിലൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ വില മനസ്സിലാവണത്. അപ്പം നാട്ടിലെത്താനായിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ധൃതി കൂട്ടും. നമ്മുടെ മനസ്സും ധൃതി വെക്കും. വെക്കേഷൻ ആവാനിങ്ങനെ നോക്കി നിൽക്കും. പിള്ളേർ ചെറിയ ക്ലാസ് ആയിരുന്നപ്പോഴൊക്കെ എല്ലാ വെക്കേഷനും ഞങ്ങൾ നാട്ടിൽ പോകാം കേട്ടോ. ഞങ്ങൾക്കിവിടെ ബാംഗ്ലൂർ ഒക്ടോബർ പൂജ ഹോളിഡേ, പിന്നെ ഡിസംബർ, പിന്നെ സമ്മർ ഹോളിഡേ. സമ്മറിൽ ഏപ്രിൽ മെയ് ഫുള്ള് ഞാനും പിള്ളേരും നാട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ വലിയ ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ കുറഞ്ഞു കേട്ടോ, എണ്ണം കുറഞ്ഞു നമ്മളവിടെ സ്റ്റേ ചെയ്യണത്. ഇപ്പോൾ കോളേജും കൂടി ആയപ്പോഴത്തേക്കും 2 പേർക്കും രണ്ട് കോളേജിലാണല്ലോ, അപ്പോൾ 2 ടൈമൊക്കെ ആയി. എന്നാലും ഡിസംബർ വെക്കേഷൻ കിട്ടിയായിരുന്നു. ഇതും സമ്മർ വെക്കേഷനും അത്യാവശ്യം ഒരേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് അടുത്ത വീട്ടിലെ ചേച്ചി കൊണ്ടുവന്ന മാങ്ങ കേട്ടോ. അമ്മച്ചി പറഞ്ഞാൽ അത് വെറുതെ പഴുത്തു പോകും, ചെത്തി തിന്നോന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനും വിസ്മയും കൂടി ഇരുന്ന് കഴിച്ചു കേട്ടോ. അത്യാവശ്യം പഴുത്തിട്ടുണ്ട്, എന്നാലും ചെറിയ പുളി ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ മാങ്ങയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കറുത്ത പാട് വരും കേട്ടോ. എന്താണെന്നറിയില്ല. ആരോ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ റബ്ബർ ട്രീയുടെ കറ കൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. ഈ ഭാഗത്തൊക്കെ ഒത്തിരി റബ്ബർ മരം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ചെറുത് മറ്റേ എന്താണ് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണ മാങ്ങയാട്ടോ. അത് അനിയൻ നട്ട മാവ് കായ്ച്ചതാണ്. ഏകദേശം തീരാറായായിരുന്നു. അധികം ഉണ്ടായി എന്ന് പറയണ്ടായി ഇത്തവണ. 2-3 ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു ടേസ്റ്റ് ചെയ്യാനായിട്ട്. പുളിശ്ശേരി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ഞങ്ങൾ മുറിച്ച് കഴിക്കുക ചെയ്തത്. ഈ സീസണിലായിട്ടൊക്കെ ഉണ്ടാവണതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് കഴിക്കണം, മക്കൾക്കും കൊടുക്കുക എല്ലാവരും. മാങ്ങയൊന്നും ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കില്ല.
അവർക്ക് കുർക്കുറെ, ലേസ് അല്ലെങ്കിൽ എന്താണ് മാഗി നൂഡിൽസ് അതൊക്കെയല്ലേ അവർക്കിഷ്ടം. പക്ഷേ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ അത് കഴിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാനും ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ കുമ്പിൾ. പക്ഷെ പരാജയപ്പെട്ടു ഗൈസ്. ഞാനത് തോൽവി സമ്മതിച്ചു. ഞാൻ എന്നിട്ട് സാധാരണ മടക്കണ പോലെ മടക്കി ഉണ്ടാക്കുക കേട്ടോ ചെയ്തത്. കുറച്ച് ഞാനങ്ങനെ മടക്കി ഹെൽപ്പ് ചെയ്തു അമ്മച്ചീനെ. അങ്ങനെ അങ്ങനെ 2 സൈഡും ഇങ്ങനെ തട്ടി അടച്ചു വെച്ചു കേട്ടോ. ഒന്നിങ്ങനെ പ്രസ് ചെയ്താൽ മതി, അതിങ്ങനെ സ്റ്റിക്കായിട്ടിരുന്നോളും. എൻ്റെ ആദ്യത്തെ തട്ട് നമ്മൾ വെച്ചായിരുന്നല്ലോ, അത് വേവണ്ടോന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ കുത്തി നോക്കണം അത്. ഇപ്പോൾ ഞാനൊക്കെ ഇഡ്ഡലിയും ഒക്കെ ഇപ്പോഴും ഞാൻ കുത്തി നോക്കും കേട്ടോ, വെന്തോന്ന് എന്ന പോലെ ഇതും വെന്തോന്ന് ഇങ്ങനെ ഇടയ്ക്ക് കുത്തി നോക്കണം. അപ്പോൾ അമ്മച്ചി പറയണ്ടായിരുന്നു ഇല വാടണതാണ് അതിൻ്റെ കണക്കെന്ന്. ഇല മുഴുവൻ വാടണം, അപ്പോൾ വെന്തോന്നാണ് കണക്കെന്ന്. അപ്പോൾ ഞാനതിവിടെ പപ്പടം കുത്തുന്ന ഒരു ചെറിയ കമ്പി പോലത്തെ സാധനം ഉണ്ടായിരുന്നു, അത് വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ വെന്തോന്ന്. അപ്പോൾ അത് ഇച്ചിരിയും കൂടി വേവാനുണ്ട്. പിന്നെ ഇലയും കംപ്ലീറ്റ് വാടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാടുന്നവരെയും കൂടി കുറച്ച് നേരം കൂടി വെക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് സൂക്ഷിച്ച് വേണം കേട്ടോ, കൈ പൊള്ളും. കാരണം ആവിയാണല്ലോ, ആവി പൊള്ളൽ ഭയങ്കര ശക്തമായ പൊള്ളലായിരിക്കും എന്നാണ് പറയണത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സൂക്ഷിക്കണം, ആപത്തൊന്നും സംഭവിക്കാണ്ട് നോക്കണം കേട്ടോ. ഇനി അയ്യോ എൻ്റെ കൈ പൊള്ളി എന്നും പറഞ്ഞ് കമൻറ്റൊന്നും ഇട്ടേക്കരുതേ. ആവിയിലുള്ള പൊള്ളൽ ഭയങ്കര പൊള്ളലാണെന്നാണ് പറയണത്. അപ്പോൾ സൂക്ഷിക്കുക എല്ലാവരും. എന്ന് വെച്ചാൽ ഉണ്ടാക്കാണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ഇടണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ടേസ്റ്റ് ഉണ്ടായോ അല്ലെങ്കിൽ ബോറാണോ എന്താണെങ്കിലും കമൻറ്റ് ഇടുക.